സുഹൃത്തുക്കളെ, നമ്മൾക്ക് പുതിയ പുതിയ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ല, അത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, അതുപോലെ പുതിയ പുതിയ കൃഷി ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഖുതുബ എങ്ങനെ പരിഷ്കരിപ്പിക്കാൻ പറ്റുമോ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ ഖുതുബ ഓതിയത്, സഹാബികൾ എങ്ങനെയാണോ നടപ്പാക്കിയത്, ഇമാമിയങ്ങൾ മുൻഗാമികളായ മഹാന്മാർ മുസ്ലിമീങ്ങൾ എങ്ങനെയാണോ നമുക്ക് കാണിച്ചു തന്നത്, ഇവിടെ സ്ഥാപിച്ച പള്ളിയിൽ ആ സ്ഥാപിച്ച ആളുകൾ എങ്ങനെയാണോ സ്ഥാപിച്ചത്, അതുപോലെയല്ലേ ഖുതുബ നിർവഹിക്കേണ്ടത്. അത് മാറ്റാൻ ആർക്കാണ് ഇവിടെ അധികാരം? അങ്ങനെ ഒരു അധികാരം, ഇസ്ലാമിനെ മാറ്റിമറിക്കാനുള്ള അധികാരം അതില്ലല്ലോ. വേറെ ചില മതങ്ങളിൽ പുരോഹിതന്മാർക്ക് അവരുടെ മതത്തിന്റെ നിയമങ്ങൾ മാറ്റാനും തെറ്റ് ചെയ്തു പോയാൽ പുറത്തു കൊടുക്കാനും ഒക്കെ കുംഭസാരം നടത്താനൊക്കെ അധികാരമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അവരെ മതം പഠിച്ചിട്ടില്ല. അതേസമയം നമ്മളെ മതത്തിൽ അങ്ങനെ പുരോഹിതന്മാർക്ക് മതകാര്യങ്ങൾ മാറ്റിമറിക്കാനുള്ള ഒരു അധികാരമുണ്ടെന്ന് ഖുർആനിലും ഹദീസിലും എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടെന്ന് ആരും മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കണം, സഹാബികൾ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കണം. ഇല്ലെങ്കിൽ വെള്ളിയാഴ്ച ഉച്ച സമയത്ത് പോയിട്ട് വെറുതെ സമയം കളഞ്ഞു എന്നല്ലാതെ നിസ്കാരം ബാത്തിലാണ്, നിസ്കാരം ശരിയാവില്ല. ഇത് ഞാൻ വെറുതെ പറയല്ല, ഇത് ഇസ്ലാമിന്റെ നിയമമാണ്. ആ നിയമം എനിക്ക് എന്റെ വകയിൽ പറയാൻ വരുന്ന ഒരു കാര്യമല്ലത്. ഖുർആനിലും ഹദീസിലും ഇല്ലാത്തൊരു നിയമം ഇമാമിങ്ങൾ പറയൂല. ഇമാമിങ്ങളെ കിതാബിൽ പറയാത്തൊരു കാര്യം ഞാൻ എന്റെ വകയിൽ പറയൂല. പറഞ്ഞാൽ ഞാൻ സുന്നിയാവൂല, ഞാൻ സുന്നിന്ന് പുറത്തു പോകും. അപ്പൊ ഞാൻ സുന്നിയാവൂല. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ശറഹുൽ മുഹദ്ദബ് 800ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് രചിച്ച ഈ ശറഹുൽ മുഹദ്ദബ് നോക്കിയിട്ടാണ് ഞാൻ ഈ വായിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി അറബിയിൽ മാത്രം ഖുതുബ ഓതി, അറബിയിൽ മാത്രം ജുമഅ നിസ്കരിച്ചു. എന്നവിടുന്ന് പറഞ്ഞു, ഞാൻ നിസ്കരിക്കുന്നത് കണ്ടതുപോലെ നിസ്കരിക്കണം. അറബിയിൽ മാത്രം ഖുതുബ ഓതി, അറബിയിൽ മാത്രം ജുമഅ നിസ്കരിച്ചു. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം. നേരെ മറിച്ച് ഒരു ഭാഷയിൽ ഖുതുബയും വേറൊരു ഭാഷയിൽ നിസ്കാരവും നബി സല്ലല്ലാഹു അലൈഹി ജീവിതത്തിൽ നടത്തിയിട്ടില്ല, സഹാബികൾ നടത്തിയിട്ടില്ല, അവരെ ശിഷ്യന്മാർ നടത്തിയിട്ടില്ല. 1300 കൊല്ലത്തോളം ലോകത്ത് ഒരു പള്ളിയിലും നടന്നിട്ടില്ല. 1954 വരെ കുറ്റ്യാടിയിലും നടന്നിട്ടില്ല. മുസ്ലിമീങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം, ചെയ്തുകൊണ്ട് നിൽക്കുന്ന കാര്യം മാറ്റിമറിച്ചുകൊണ്ട് ചെയ്യുകയാണ് ഇവിടെ ഉണ്ടായത്. എന്നിട്ടും ക്ഷമിച്ചു നിന്നു കുറ്റ്യാടിയിലും പരിസരങ്ങളിലുമുള്ള ജനങ്ങൾ. അതിന്റെ പേരിൽ ഒരു കുഴപ്പവും അവർ സൃഷ്ടിച്ചില്ല. ആ പള്ളിയിൽ ഒരിക്കലും ഇരച്ച് കയറിയില്ല, ആ പള്ളിയിലേക്കൊരു മാർച്ച് നടത്തിയില്ല, ഇപ്പോഴും അങ്ങനെ നടത്താൻ വിചാരിച്ചിട്ടില്ല. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടം മുതൽ മക്കയിലും മദീനയിലും ഉള്ള സഹാബികൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പുനഃസംഘടിപ്പിച്ച കാലം മുതൽ ഇന്ന് വരെ എന്ന് പറയാം. കൊറോണ കാലത്ത് 2 സമയത്താക്കിയിട്ടുണ്ടെന്ന് മാത്രം. സുഹൃത്തുക്കളെ, മക്കയിലും മദീനയിലും നടന്നു വന്ന തറാവീഹ് 20 റക്അത്ത്, ആ 20 റക്അത്ത് മാറ്റിയിട്ട് അത് 8 ചുരുക്കി. അങ്ങനെ ചുരുക്കാൻ ഇവിടെ ആർക്കും ഇസ്ലാമിൽ അധികാരം കൊടുത്തിട്ടില്ല. ഇത് പൗരോഹിത്യത്തിന്റെ മതമല്ല. ഇതിൽ പുരോഹിതന്മാർക്ക് കൈയടത്താനുള്ള യാതൊരു അധികാരവും ഇല്ല. അത് മാറ്റിമറിച്ചു. പിന്നെയോ സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്കറിയാം മക്കയിലും മദീനയിലും അടക്കം നടന്നുകൊണ്ടിരിക്കുന്ന 2 ബാങ്ക് അത് ക്യാൻസൽ ചെയ്തു. സഹീഹുൽ ബുഖാരി എല്ലാവരും ഉദ്ധരിക്കുന്ന ഹദീസിന്റെ ഗ്രന്ഥമാണ്. ആ ബുഖാരിയിലെ 916 നമ്പർ ഹദീസ് തന്നെ ഫസബത്തൽ അംറു അലാ ദാലിക, ജുമഅക്ക് 2 ബാങ്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു എന്നാണ്. അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് അത് സംഘടിപ്പിച്ചത്. ഉസ്മാൻ റളിയല്ലാഹു അടക്കമുള്ള ഖുലഫാഉർ റാഷിദീങ്ങളെ പിന്തുടരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അത് മാറ്റി ഒന്നാക്കി. ഇങ്ങനെയൊക്കെ കുറെ മാറ്റങ്ങൾ വരുത്തിയപ്പോ കുറ്റ്യാടിയിലും പരിസരങ്ങളിലും, വെറും കുറ്റ്യാടി മാത്രമല്ല, ശാന്തിനഗറിലും അതുപോലെ തന്നെ അപ്പുറത്ത് വളയന്നൂരും അതിന്റെ അപ്പുറത്ത് ഇവിടെ മണ്ണൂരിലും അങ്ങനെ തുടങ്ങി ഇതിന്റെ പരിസര പ്രദേശങ്ങൾ 11 പ്രദേശമുണ്ട്. ആ 11 പ്രദേശങ്ങളും പാലേരിയിലും ചെറിയ കൊമ്പളത്തും അങ്ങനെ പല സ്ഥലത്തും ഈ മാറ്റം വരുത്തിയിട്ടുണ്ട്. 11 പ്രദേശങ്ങളിൽ ഈ മാറ്റം വരുത്തിയപ്പോൾ അവർക്കൊന്നും നിസ്കരിക്കാൻ പള്ളിയില്ല, അവർക്ക് അവരുടെ ആചാരം നടത്താനുള്ള സൗകര്യമില്ല, അവർക്ക് അവരുടെ ആചാരം നടത്തുമ്പോൾ നേതൃത്വം കൊടുക്കാനുള്ള പണ്ഡിതന്മാരില്ല. ഈ ഒരു ദയനീയാവസ്ഥയിൽ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇവിടെ സിറാജുൽ ഹുദ ആരംഭിച്ചു. അൽഹംദുലില്ലാഹ്, എല്ലാ സ്ഥലങ്ങളിലും പള്ളി നിർമ്മിച്ചു, എല്ലാ സ്ഥലങ്ങളിലും മദ്രസകൾ നിർമ്മിച്ചു. വളരെ ഭംഗിയായി ഓരോന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ആരും ഒരു പള്ളിയും പിടിച്ചടക്കാൻ പോയിട്ടില്ല, അതുപോലെ തന്നെ ആരെയും ആക്രമിക്കാൻ പോയിട്ടില്ല, അതൊട്ട് ഉദ്ദേശിച്ചിട്ടും ഇല്ല. അത് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം.
മയ്യിത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ദിക്ർ ചൊല്ലിക്കൊണ്ടുപോവുക എന്നത് സുന്നികളുടെ ആശയമാണ്. അത് സുന്നികളായ ആളുകൾ മരിച്ചാൽ അവരുടെ മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലും. അത് ഏത് പള്ളിയുടെ അടുക്കലും, അത് നിങ്ങൾ നാദാവത്ത് പള്ളിയുടെ അടുത്ത് പോയാൽ അവിടെയും കാണാം. അതുപോലെ തന്നെ മറ്റ് പേരോട് പള്ളിന്റെ അടുത്ത് പോയാൽ കാണാം. അതുപോലെ വേറെ ഏതാ മൈതാനിയുള്ള പള്ളി, ഇവിടെ എന്റെ അടുത്ത് ഒരു പള്ളിയുണ്ട്, എന്താണ് കൊടക്കല പള്ളിയുണ്ട്. അവിടെ ഒക്കെ പോയാൽ അങ്ങനെ തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് പോവും. പള്ളിന്റെ അടുത്തെത്തിയാൽ അത് നിർത്തും, മയ്യിത്ത് പള്ളിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. ജനാസ കൊണ്ടുപോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണമെന്ന് കിതാബുകളിലുണ്ട്. കിതാബുകളിൽ പറഞ്ഞ പോലെ ജീവിക്കുന്ന സുന്നികള് ആ നിലക്ക് ചൊല്ലും. നിങ്ങൾക്ക് ജാമിഉ സഗീർ ഇമാം സയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ ജാമിഉ സഗീർ 911 ഇമാം സയൂത്തി റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. അൽ ജാമിഉ സഗീർ ഫി അഹാദീസിൽ ബശീർ നദീർ, റസൂലുള്ളാഹിന്റെ ഹദീസുകൾ വിവരിക്കാൻ വേണ്ടി മഹാനവറുകൾക്ക് ജാമിഉൽ കബീർ എന്നൊരു കിതാബുണ്ട്, ജാമിഉ സഗീർ എന്നൊരു കിതാബുണ്ട്. ജാമിഉ സഗീറിൽ ബഹുമാനപ്പെട്ടവർ ഉദ്ധരിക്കുകയാണ്, അക്സിറു ഫിൽ ജനാസതി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ജനാസയിൽ നിങ്ങൾ വർദ്ധിപ്പിക്കണം. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ചൊല്ലി ജനാസ കൊണ്ടുപോകണം എന്നുള്ളത് ഹദീസിന്റെ കിതാബുകളിൽ വന്ന കാര്യമാണ്. അത് ഇമാമിങ്ങൾ എഴുതി വെച്ചതാണ്. സുന്നത്ത് ജമാഅത്തിന്റെ മുഅ്മിനീങ്ങൾ ചൊല്ലും, വേറെ ചിലർക്ക് ചെല്ലണ്ട എന്ന് നിർബന്ധം, അവര് ചെല്ലണ്ട, സുന്നികൾ ചൊല്ലിപ്പോകുന്നു എന്നല്ലാതെ ഒരിക്കലും അങ്ങനെ ആരും നമ്മുടെ സഹോദരന്മാരോ അല്ലെ കമ്മിറ്റിക്കാരോ തെറ്റിദ്ധരിക്കരുത്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് നിന്ന് ആരോടുള്ള വിരോധം കൊണ്ട് ചെല്ലുന്നതല്ല. നമുക്ക് ജനാസ കൊണ്ടുപോകുമ്പോൾ ആ ജനാസയോടുള്ള ഒരു ബഹുമാനാണ്. ആ ജനാസ കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലി കൊണ്ടുപോവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഇദാ ഹദർതുമുൽ മരീദ അബിൽ മയ്യിത ഫഖൂലു ഖൈറാ, മയ്യിത്തിന്റെ അടുക്കൽ നിന്ന് ഖൈറായത് ചൊല്ലണം. ഏറ്റവും ഖൈറായ വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി ഒന്നുകൂടി പറയാൻ, തൽഖീൻ, അതായത് തൽഖീൻ ചൊല്ലുക എന്നുള്ളത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട സംഗതിയാണ്. ഖുർആനിൽ അല്ലാഹു തആല ദിക്ർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞത് ഖബറിലുള്ളവർക്ക് ഓർമ്മിപ്പിച്ചു കൊടുത്താൽ ആ ഖബറിലുള്ളവർക്ക് അത് ഉപകാരപ്രദമാകും എന്നതിനും കൂടി ആ ആയത്ത് തെളിവാണെന്ന് വായുലഖൽ മയ്യിത്തു, മയ്യിത്തിന് തൽഖീൻ ചൊല്ലിക്കൊടുക്കണം. ലിഖൗലിഹി തആല, അല്ലാഹ് പറഞ്ഞതിന് വേണ്ടി വദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ വഅഹ്വജു മാ യകൂനുൽ അബ്ദു ലിത്തദ്കീരി ഫീ ഹാദിഹിൽ ആലതി എന്ന് ഇമാമിങ്ങളുടെ കിതാബ് കാണാം. അപ്പൊ ഖുർആനാണ് അതിന്റെ ഒരു തെളിവ്. പിന്നെ അതിന്റെ തെളിവുകൾ പറഞ്ഞാല് എല്ലാ മുജാഹിദിന്റെയും സ്ഥാപക നേതാവ് ഇബ്നു അബ്ദുൽ വഹാബാണ്. അദ്ദേഹത്തിന്റെ കിതാബാണിത്, കിതാബ് തമന്നിൽ മൗത്ത്. ഇതിൽ അയാൾ എന്നതാ രേഖപ്പെടുത്തുന്നത്, അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ മാത അഹദുക്കും മിൻ ഇഖ്വാനിക്കും ഫസബൈതും തുറാബ അലൈഹി ഫല്യഖും അഹദുക്കും അലാ റഅസി ഖബ്രിഹി സുമ്മ യഖൂലു യാ ഫുലാന ബിൻ ഫുലാന ഫഇന്നഹു യസ്മഉ വലാ യുജീബ്. അങ്ങനെ പറഞ്ഞിട്ട് അതാ തൽഖീൻ ചൊല്ലിക്കൊടുക്കേണ്ട വാചകം വരെ, ഉദ്കുറു മാ ഖറജത അലൈഹി മിനദ് ദുനിയ ശഹാദത ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ അന്നക റളീത ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ വബിൽ ഖുർആനി ഇമാമാ. ഇങ്ങനെ തൽഖീൻ ചൊല്ലിക്കൊടുക്കാൻ റസൂലുള്ളാഹ് പറഞ്ഞു എന്നുള്ള ഹദീസ് മുജാഹിദിന്റെ സ്ഥാപകനായ ഇബ്നു അബ്ദുൽ വഹാബ് അഹ്കാമു തമന്നിൽ മൗത്ത് എന്ന ഈ ഗ്രന്ഥം സൗദിയിൽ നിന്ന് പുറത്തിറക്കുന്ന ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായി കാണാം. ഇത് മക്കത്തുൽ മുക്കറമയിൽ അൽ മക്തബത്തുൽ ഇംദാദിയ പുറത്തിറക്കിയ കിതാബാണ്. അപ്പൊ തൽഖീൻ ചൊല്ലിക്കൊടുക്കാൻ ഒരു സുന്നത്താണ്. അത് ചൊല്ലിക്കൊടുക്കാൻ പലപ്പോഴും അപ്പുറത്തെ മൗലവി തയ്യാറാവില്ല. അപ്പൊ നമ്മൾ മുസ്ലിം ഇരുന്നിട്ട് അവിടെ നിന്ന് ചൊല്ലിക്കൊടുക്കും, കാരണം അവരെ ബാപ്പാക്ക് അത് കിട്ടണം. അപ്പൊ ആകയാൽ ഞാൻ പറഞ്ഞു വന്നത്, തൽഖീൻ ചൊല്ലിക്കൊടുക്കേണ്ട സുന്നികൾക്ക് അവരെ ആളുകൾ മരിച്ചാലോ വേണ്ട ചെയ്യണം. ഇതുപോലെ മഹല്ല് കമ്മിറ്റി ചെയ്യേണ്ട ഒരു സംഗതിയാണ് എന്ത്, മരിച്ച മയ്യിത്തിന് മേൽ ഖുർആൻ ഓതാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. അപ്പൊ അതിന് വേണ്ട ഉസ്താദ് വേറെ പറഞ്ഞയച്ചു കൊടുക്കുക. അത് വീട്ടിലായാലും ഖബറിന്റെ അടുക്കലായാലും അത് ചൊല്ലാൻ അത് മഹല്ല് കമ്മിറ്റി ചെയ്യേണ്ട കാര്യമാണ്. അത് ചെയ്യാൻ മഹല്ല് കമ്മിറ്റി തയ്യാറാകാതിരിക്കുമ്പോ നമുക്കത് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ മഹല്ല് കമ്മിറ്റി അത് ഏറ്റെടുത്ത് അക്കാര്യം ചെയ്യും. ഇതുപോലെ നേരത്തെ മൊയ്ത് മൗലവി പറഞ്ഞ പോലെ കണ്ണോക്കം ദ്വാരക്കലൊക്കെ നടത്തുക. 7 ദിവസം മരിച്ച മയ്യിത്തിന്റെ മേൽ സഹാബികൾ ഭക്ഷണം കൊടുത്തതാണ്. അത് കൊടുക്കുമ്പോൾ അതിനാവശ്യമായ ഒത്താശയൊക്കെ ചെയ്തു കൊടുക്കാൻ മഹല്ല് കമ്മിറ്റി തയ്യാറാകണം. സുന്നത്ത് ജമാഅത്ത് അത് ഖുർആനും ഹദീസും പഠിപ്പിച്ച ആശയമാണ്, സഹാബികൾ പഠിപ്പിച്ച ആശയമാണ്. അതുപോലെ ലോക പണ്ഡിതന്മാർ മുഴുവനും പഠിപ്പിച്ച ആശയമാണ്, 4 മദ്ഹബിന്റെ ഇമാമികൾ പഠിപ്പിച്ച ആശയമാണ്.